നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് Rnൽ നിന്നും Rmലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സിനെ കുറിച്ചാണ്. ആദ്യം അതിൻ്റെ ഒരു പ്രിലിമിനറി ആയിട്ട് റിയൽ വാല്യൂഡ് ഫങ്ഷൻ ഡിഫൈൻഡ് ഓൺ R1 അതിൻ്റെ ഡെറിവേറ്റീവ്സിനെ വേറൊരു കൺസെപ്റ്റിൽ പറയുന്നു. ആ ഒരു കൺസെപ്റ്റിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം എഫ് എന്നുള്ള ഒരു റിയൽ വാല്യൂഡ് ഫങ്ഷൻ വിത്ത് ഡൊമൈൻ ഓപ്പൺ എ ബി സബ്സെറ്റ് ഓഫ് R1, അതായത് ചിലപ്പോൾ അത് R1 തന്നെ ആയിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്പൺ ഇൻ്റർവെൽ സബ്സെറ്റ് ഓഫ് R1. ദെൻ ഇഫ് എക്സ് ബിലോങ്സ് ടു എ ബി എഫ് ഡാഷ് ഓഫ് എക്സ് എന്നുള്ളത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ദെൻ എഫ് എന്നുള്ള ഫംഗ്ഷൻ എക്സ് എന്നുള്ള പോയിൻറ്റിൽ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അതൊരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്, നമുക്കറിയാവുന്നതാണ്. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദിസ് ലിമിറ്റ് എക്സിസ്റ്റ്. ഇതിനെ നമുക്ക് വേറൊരു തരത്തിൽ റീറൈറ്റ് ചെയ്യാം. അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു എച്ച് പ്ലസ് ആർ ഓഫ് എച്ച്, വേർ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ആർ ഓഫ് എച്ച് ബൈ എച്ച് ഈക്വൽ ടു 0. ഇതെല്ലാം നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഡിവൈഡഡ് ബൈ എച്ച് ഈക്വൽ ടു ആർ ഓഫ് എച്ച് ബൈ എച്ച്. സോ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഡിവൈഡഡ് ബൈ എച്ച് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മോഡുലസ് ഓഫ് ആർ ഓഫ് എച്ച് ബൈ എച്ച്, which implies limit h tends to 0 modulus of f of x plus h minus f of x minus f dash of x into h divided by modulus of h equal to limit h tends to 0 modulus of r of h by modulus of h. നമുക്കറിയാം ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മോഡുലസ് ഓഫ് ആർ ഓഫ് എച്ച് ബൈ മോഡുലസ് ഓഫ് എച്ച് എന്നുള്ളത് 0 ആണ്. സോ അതിൽ നിന്ന് നമുക്ക് കിട്ടും ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എച്ച് ഈക്വൽ ടു 0. ദെൻ ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എ എച്ച് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു 0 വേർ എ ബിലോങ്സ് ടു എൽ ഓഫ് R1. ആ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെയാണ്. എച്ച് എന്നുള്ള R1ലെ ആർബിട്രറി ഒരു എലമെൻറ്റിനെ എഫ് ഡാഷ് ഓഫ് എക്സ് എച്ചിലേക്ക് മാപ്പ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ലീനിയർ ഓപ്പറേറ്റർ ഓൺ R1, അതാണ് എ. സോ നമുക്ക് എഫിൻ്റെ ഡിഫറൻഷ്യബിലിറ്റി അറ്റ് ദി പോയിൻറ്റ് എക്സ് എന്നുള്ളത് വേറെ തരത്തിൽ പറയാം. എഫ് എന്നുള്ള ഫംഗ്ഷൻ എക്സ് എന്നുള്ള പോയിൻറ്റിൽ ഡിഫറൻഷ്യബിൾ ആകണമെങ്കിൽ ആ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ലീനിയർ ഓപ്പറേറ്റർ നമുക്ക് R1ൽ കണ്ടുപിടിക്കാൻ സാധിക്കണം. എ എന്നുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം R1 ടു R1 നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കണം സച്ച് ദാറ്റ് എ എച്ച് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് എച്ച്. അങ്ങനെ ഒരു ലീനിയർ ഓപ്പറേറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് എന്നുള്ള ഫംഗ്ഷൻ എക്സ് എന്നുള്ള പോയിൻറ്റിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അതൊന്ന് പറഞ്ഞതാണ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എ എച്ച് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എച്ച് ഈക്വൽ ടു 0 വേർ എ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് എ ബിലോങ്സ് ടു എൽ ഓഫ് R1. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു എച്ച് പ്ലസ് ആർ ഓഫ് എച്ച്. സോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സിനെ നമുക്ക് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം R1 ടു R1 പ്ലസ് ഒരു സ്മോൾ റിമൈൻഡർ ഈ ഒരു ഫോമിൽ നമുക്കതിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. ആ സ്മോൾ റിമൈൻഡർ എന്ന് ഉദ്ദേശിക്കുന്നത് ആർ ഓഫ് എച്ച് ആണ്. അപ്പോൾ ആർ ഓഫ് എച്ചിൻ്റെ പ്രത്യേകത ഇതാണ്. എച്ച് ടെൻഡിങ് ടു 0 ആയിരിക്കുമ്പോൾ ആർ ഓഫ് എച്ച് എന്നുള്ളത് ടെൻഡിങ് ടു 0 ആയിരിക്കും. അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ടെൻഡിങ് ടു എഫ് ഡാഷ് ഓഫ് എക്സ് എച്ച് ആയിരിക്കും. സോ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് ഡെഫിനിഷനായിട്ട് തന്നതാണ് ഇവിടെ. ലെറ്റ് എഫ് ഫ്രം ഓപ്പൺ ഇൻ്റർവൽ എ ബി ടു R1 ആൻഡ് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ എ ബി ഇഫ് ദർ എക്സിസ്റ്റ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എ ബിലോങ്സ് ടു എൽ ഓഫ് R1 സച്ച് ദാറ്റ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 modulus of f of x plus h minus f of x minus ah divided by modulus of h equal to 0, then we say that f is differentiable at x and we write f dash of x equal to a. So ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്നുള്ളത് ഒരു റിയൽ നമ്പറിന് പകരം ഒരു ലീനിയർ ഓപ്പറേറ്റർ ഓൺ R1 എന്നുള്ള രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സാധാരണ എഫ് ഡാഷ് ഓഫ് എക്സ് എന്നുള്ള ഒരു റിയൽ നമ്പറാണ്. സോ ഇവിടെ
റിയൽ നമ്പർ എന്നുള്ളതിന് പകരം റാദർ ദാൻ ദാറ്റ് നമുക്കതൊരു ലീനിയർ ഓപ്പറേറ്റർ ആയിട്ട് നമുക്ക് ആ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അറ്റ് പോയിൻ്റ് എക്സിനെ നമുക്ക് റീസ്റ്റേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ഇതുപോലെ തന്നെ ഇതിനെ നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ നിന്നും ആർ എമ്മിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് എഫ് എന്നുണ്ടെങ്കിൽ ദെൻ എഫ് ഡാഷ് ഓഫ് എക്സ് എന്നുള്ളത് ആർ എമ്മിലായിരിക്കും. സോ ഒരു വെക്ടർ ആയിരിക്കും, എം കമ്പോണൻ്റ് ഉള്ള ഒരു വെക്ടർ ആയിരിക്കും. സപ്പോസ് അത് വൈ ആണെന്ന് വിചാരിക്കുക, വൈ ബിലോങ്സ് ടു ആർ എം. ദെൻ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സിന് നമുക്കിതുപോലെ എഴുതാം എച്ച് വൈ പ്ലസ് ആർ ഓഫ് എച്ച്, വേർ ആർ ഓഫ് എച്ച് ബൈ എച്ച് ടെൻഡിങ് ടു 0 ആസ് എച്ച് ടെൻസ് 0. ദെൻ വൈ എച്ച് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് എച്ച് എന്നുള്ളത് എച്ചിനെ എഫ് ഡാഷ് ഓഫ് എക്സ് എച്ചിലേക്ക് മാപ്പ് ചെയ്യുന്നു. എഫ് ഡാഷ് ഓഫ് എക്സ് എച്ച് എന്നുള്ളത് ആർ എമ്മിലൊരു മെമ്പറാണ്. സോ എ എന്നുള്ളത് എഫ് ഡാഷ് ഓഫ് എക്സ് ആയിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് എഫ് ഡാഷ് ഓഫ് എക്സിനെ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനായിട്ട് കരുതുകയാണെങ്കിൽ എച്ചിനെ എഫ് ഡാഷ് ഓഫ് എക്സ് എച്ചിലേക്ക് മാപ്പ് ചെയ്യുന്നു, അതായത് വൈ എച്ചിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ് എ എന്നുണ്ടെങ്കിൽ എ എന്നുള്ളത് ആർ വണ്ണിൽ നിന്ന് ആർ എമ്മിലേക്കുള്ളൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. ദെൻ ഇതിൻ്റെ എല്ലാം എക്സ്റ്റൻഷനാണ് ഇ എന്നുള്ളത് ഒരു ഓപ്പൺ സബ്സെറ്റ് ഓഫ് ആർ എൻ. ഇത്രയും നേരം അത് ആർ വണ്ണിൻ്റെ സബ്സെറ്റ് ആയിരുന്നു. ദെൻ ഇ എന്നുള്ളത് ആർ എന്നിൻ്റെ സബ്സെറ്റ്. ദെൻ എഫ് എന്നുള്ളത് ഇയിൽ നിന്ന് ആർ എമ്മിലേക്കുള്ളൊരു ഫംഗ്ഷൻ, അതായത് nth ഡയമെൻഷനിൽ നിന്ന് mth ഡയമെൻഷനിലേക്കുള്ളൊരു ഫംഗ്ഷൻ. ദെൻ എഫ് എന്നുള്ള ഫംഗ്ഷൻ ഇയിലെ ഒരു എക്സ് എന്നുള്ളൊരു പോയിൻറ്റിൽ ഡിഫറൻഷ്യബിൾ ആവാനുള്ള കണ്ടീഷനാണ് തന്നിട്ടുള്ളത്. ഇഫ് ദർ എക്സിസ്റ്റ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എ ഫ്രം ആർ എൻ ടു ആർ എം, അതായത് എ ബിലോങ്സ് ടു എൽ ഓഫ് ആർ എൻ ആർ എം സച്ച് ദാറ്റ് ലിമിറ്റ് എച്ച് ടെൻസ് 0 മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എ എച്ച് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എച്ച് ഈക്വൽ ടു 0. ഇങ്ങനൊരു ഫംഗ്ഷൻ, ഇങ്ങനൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ആൻഡ് റൈറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എ വെർ എക്സ് ബിലോങ്സ് ടു ആർ എൻ. സിൻസ് ഇ ഈസ് ഓപ്പൺ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഇ, വി ക്യാൻ ഫൈൻഡ് എൻ എച്ച്, അതായത് എച്ച് സഫീഷ്യൻ്റ്ലി സ്മോൾ ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് പ്ലസ് എച്ച് എന്നുള്ളത് ബിലോങ്സ് ടു ഇ ആയിരിക്കും. കാരണം ഇ എന്നുള്ളത് ഓപ്പൺ ആണ്, എക്സ് എന്നുള്ളത് ഇയിലൊരു മെമ്പറാണ്. ദെൻ എക്സിൻ്റെ ഏതെങ്കിലും ഒരു നൈബർഹുഡ് ഫുള്ളി കണ്ടെയ്ൻഡ് ഇൻ ഇ ആയിരിക്കണം. ആ നൈബർഹുഡിൻ്റെ റേഡിയസിൻ്റെ താഴെയുള്ള ഏതെങ്കിലും ഒരു നമ്പറായിട്ട് നമ്മൾ എച്ച് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് പ്ലസ് എച്ചും ഇയിലൊരു മെമ്പർ ആയിരിക്കും. സോ എക്സ് പ്ലസ് എച്ച് എന്നുള്ളത് ഇയിലെ മെമ്പർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചും ഡിഫൈൻഡ് ആയിരിക്കും. ദെൻ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഡെഫിനിഷൻ 9.11 എച്ച് എന്നുള്ളത് ആർ എന്നിലെ വെക്റ്ററാണ്. സോ അതിൻ്റെ ഡിനോമിനേറ്ററിലുള്ളത് ആർ എന്നിൻ്റെ നോമാണ്, മോഡുലസ് എന്നാണ് അവിടെ നൊട്ടേഷൻ തന്നിട്ടുള്ളത്. അത് ആർ എന്നിലെ നോമാണ്. അതുപോലെ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചും എഫ് ഓഫ് എക്സും എ എച്ചും എല്ലാം ആർ എമ്മിലെ മെമ്പേഴ്സാണ്. സോ ന്യൂമറേറ്ററിലുള്ളത് നോമ് ആർ എമ്മിലെ നോമാണ്. അതെല്ലാം മോഡുലസ് അല്ല. മോഡുലസ് എന്ന് ഉദ്ദേശിക്കുന്നത് നോമാണ്, ആർ എമ്മിലെ നോമും ആർ എന്നിലെ നോമും ആണ് അവിടെ തന്നിട്ടുള്ളത്. ദെൻ തിയറം 9.12 യൂണീക്നെസ് ഓഫ് ഡെറിവേറ്റീവ്സ് സ്റ്റേറ്റ്മെൻറ്റ്. സപ്പോസ് ഇ ആൻഡ് എഫ് ആർ ഇൻ ആസ് ഇൻ ഡെഫിനിഷൻ 9.11 എക്സ് ബിലോങ്സ് ടു ഇ ആൻഡ് ഡെഫിനിഷൻ 9.11 holds with a equal to a1 and a equal to a2 then a1 equal to a2. അതായത് ഇ എന്നുള്ളത് ആർ എന്നിൻ്റെ സബ്സെറ്റാണ്, എഫ് എന്നുള്ളത് ഇയിൽ നിന്ന് ആർ എമ്മിലേക്കുള്ള ഒരു ഫംഗ്ഷൻ, ദെൻ എക്സ് എന്നുള്ളത് ഇയിലൊരു ആർബിട്രറി മെമ്പർ. ദെൻ ഡെഫിനിഷൻ 9.11 പറയുന്നത് എഫ് എന്നുള്ളത് ആ എക്സിലെ ഡിഫറൻഷ്യബിൾ എന്നാണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് എ ഉണ്ട് ഡെഫിനിഷനിൽ. ദെൻ ഇവിടെ ഒരു ഫിക്സഡ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആർ എന്നിൽ നിന്നും ആർ എമ്മിലേക്ക് ഉണ്ടെങ്കിൽ, അതായത് A1 A2 ബിലോങ്സ് ടു എൽ ഓഫ് ആർ എൻ ആർ എം എന്നുള്ളത് ആ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ A1 ഉം A2 സെയിം ആയിരിക്കും. അതായത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫിക്സഡ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ യുണീക്ക് ആയിരിക്കും എന്നാണ് ഈ തിയറത്തിൽ പറഞ്ഞിട്ടുള്ളത്. സോ കണ്ടീഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ടീഷൻസ് കിട്ടും. ലിമിറ്റ് എച്ച് ടെൻസ് 0 മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് A1 എച്ച് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എച്ച് ഈക്വൽ ടു 0 ആൻഡ് ലിമിറ്റ് എച്ച് ടെൻസ് 0 മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് A2 എച്ച് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എച്ച് ഈക്വൽ ടു 0.
ദെൻ ബി എന്നുള്ളത് A1 മൈനസ് A2 എന്നെടുക്കുക. ദെൻ അതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. സോ ബി എച്ച് ഈക്വൽ ടു A1 ഓഫ് എച്ച് മൈനസ് A2 ഓഫ് എച്ച്. ദെൻ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക. അതുപോലെ എഫ് ഓഫ് എക്സും ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക. വിച്ച് ഈസ് ഈക്വൽ ടു A1 എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് A2 ഓഫ് എച്ച്. ദെൻ മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മോഡുലസ് ഓഫ് ബി എച്ച് ഈക്വൽ ടു മോഡുലസ് ഓഫ് A1 എച്ച് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് A2 ഓഫ് എച്ച്. ദെൻ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി യൂസ് ചെയ്യുമ്പോൾ നോമിൻ്റെ ഇൻഇക്വാലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് A1 എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് എഫ് ഓഫ് എക്സ് പ്ലസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് A2 ഓഫ് എച്ച്. ദെൻ നമുക്കറിയാം നോം ഓഫ് എ എന്നുള്ളതും നോം ഓഫ് മൈനസ് എ എന്നുള്ളതും സെയിം ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് A1 എച്ച് പ്ലസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് A2 ഓഫ് എച്ച്. ദെൻ ഇതെന്തായാലും നോൺ നെഗറ്റീവ് ആണ്. സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ബി എച്ച് ബൈ മോഡ് എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് A1 എച്ച് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എച്ച് പ്ലസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് A2 ഓഫ് എച്ച് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എച്ച്. ദെൻ എച്ച് ടെൻഡിങ് ടു 0 ആയിരിക്കുമ്പോൾ ആർ എച്ച് എസ് ടെൻഡിങ് ടു 0 ആയിരിക്കും. അത് ഓൾറെഡി ഇക്വേഷൻ 1 പറഞ്ഞിട്ടുണ്ട്. സോ മോഡുലസ് ഓഫ് ബി എച്ച് ബൈ മോഡ് എച്ച് ടെൻഡിങ് ടു 0 ആസ് എച്ച് ടെൻഡ്സ് ടു 0. സാൻഡ്വിച്ച് തിയറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ക്വാണ്ടിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് സൈഡ് ടെൻഡിങ് ടു 0 ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡും ടെൻഡിങ് ടു 0 ആയിരിക്കും ബൈ സാൻഡ്വിച്ച് തിയറം. ദെൻ എച്ച് എന്നുള്ളത് നോൺ സീറോ വെക്ടർ ഇൻ Rn ആയിട്ട് ചൂസ് ചെയ്യുക. എനി നോൺ സീറോ വെക്ടർ ഇൻ Rn. ദെൻ ഇക്വേഷൻ 2 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും മോഡുലസ് ഓഫ് ബി ടി എഫ് എച്ച് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ടി എച്ച് ടെൻഡിങ് ടു 0 ആസ് ടി ടെൻഡിങ് ടു 0. ടി എന്നുള്ളത് ആറിലെ ഏതെങ്കിലും ഒരു മെമ്പർ. അതായത് ടി ടെൻഡിങ് ടു 0 ആയിരിക്കുമ്പോൾ എച്ച് എന്നുള്ളത് നോൺ സീറോ ആയാലും ടി എച്ച് എന്നുള്ളത് ടെൻഡിങ് ടു 0 ആയിരിക്കും. ദെൻ ഇക്വേഷൻ 2 യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ കണ്ടീഷൻ കിട്ടും. ദെൻ ടി എന്നുള്ളത് ലീനിയർ ആയതുകൊണ്ട് നമുക്കിതിനെ ഇതുപോലെ എഴുതാം. മോഡുലസ് ഓഫ് ടി ഇൻറ്റു ബി എച്ച് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ടി ഇൻറ്റു മോഡുലസ് ഓഫ് എച്ച്. ഇതെല്ലാം ഇതിൽ ആദ്യത്തെ മോഡുലസ് ഓഫ് ടി എന്നുള്ളത് സാധാരണ ആറിലെ മോഡുലസും മോഡുലസ് ഓഫ് എച്ച് എന്നുള്ളത് Rnലെ നോമുമാണ്. അതൊന്ന് നോട്ട് ചെയ്താൽ മതി. നൊട്ടേഷൻ എല്ലാം സിമിലർ ആണ് തന്നിട്ടുള്ളത്. സോ വിച്ച് ടെൻഡിങ് ടു 0 ആസ് ടി ടെൻഡിങ് ടു 0. ദെൻ അതിൽ നിന്നും മോഡുലസ് ഓഫ് ടി ഇൻറ്റു മോഡുലസ് ഓഫ് ബി എച്ച് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ടി ഇൻറ്റു മോഡുലസ് ഓഫ് എച്ച് ടെൻഡിങ് ടു 0 ഫോർ ഓൾ എച്ച് നോട്ട് ഈക്വൽ ടു 0 ഇൻ Rn. അതായത് ഈ ക്വാണ്ടിറ്റി ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് ആ ടി ക്യാൻസൽ ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയത് മോഡുലസ് ഓഫ് ബി എച്ച് ബൈ മോഡുലസ് ഓഫ് എച്ച് ടെൻഡിങ് ടു 0 ഫോർ ഓൾ എച്ച് നോട്ട് ഈക്വൽ ടു 0 ഇൻ Rn. ദെൻ എച്ച് നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ മോഡുലസ് ഓഫ് ബി എച്ച് ഈക്വൽ ടു 0 ഫോർ ഓൾ എച്ച് നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടണം. ദെൻ ബി എന്നുള്ളത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയതുകൊണ്ട് 0യുടെ ഇമേജ് 0 തന്നെ ആയിരിക്കും. അതായത് Rnലെ 0 വെക്ടറിനെ Rmലെ 0 വെക്ടറിലേക്കാണ് മാപ്പ് ചെയ്യുക. അതാണ് ബി ഓഫ് 0 ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുള്ളത്. അതിൽ ലെഫ്റ്റ് സൈഡിലുള്ള 0 Rnലെ 0യും റൈറ്റ് സൈഡിലുള്ള 0 Rmലെ 0യാണ്. 0 വെക്ടേഴ്സ് ആണത്. സോ ബി എച്ച് ഈക്വൽ ടു 0 ഫോർ ഓൾ എച്ച് ബിലോങ്സ് ടു Rn. സോ ബി ഈക്വൽ ടു 0 അതായത് A1 മൈനസ് A2 ഈക്വൽ ടു 0 ദാറ്റ് ഈസ് A1 ഈക്വൽ ടു A2. അതായത് ഒരു ഫിക്സഡ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ യുണീക്ക് ആയിരിക്കും എന്നാണ് ഈ തിയറത്തിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ റിമാർക്കിൽ പറയുന്നത് എഫ് എന്നുള്ളത് ഇയിലെ എല്ലാ പോയിന്റിലും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എഫ് ഇസ് ഡിഫറൻഷ്യബിൾ ഇൻ ഇ എന്ന് പറയും. ദെൻ 9.11 തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്കിതുപോലെ മാറ്റി എഴുതാം. 9.10 ചെയ്തതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് എച്ച് പ്ലസ് ആർ ഓഫ് എച്ച് വേർ ദി റിമൈൻഡർ ആർ ഓഫ് എച്ച് സാറ്റിസ്ഫൈസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മോഡുലസ് ഓഫ് ആർ എച്ച് ബൈ മോഡുലസ് ഓഫ് എച്ച് ഈക്വൽ ടു 0. നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സിനെ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ പ്ലസ് എ സ്മോൾ റിമൈൻഡർ എന്നുള്ള മോഡലിൽ നമുക്ക് മാറ്റി എഴുതാൻ സാധിക്കുമെന്ന്. ആ സ്മോൾ റിമൈൻഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർ ഓഫ് എച്ച് എന്നുള്ളത് ടെൻഡിങ് ടു 0 ആസ്
എച്ച് ടെൻഡിങ് ടു 0, അതായത് എച്ച് വളരെ സഫീഷ്യൻ്റ്ലി സ്മോൾ ആയിരിക്കുമ്പോൾ ആർ ഓഫ് എച്ച് എന്നുള്ളത് ടെൻഡിങ് ടു 0 ആയിരിക്കും. അതാണ് അവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത്. അതായത് എഫ് എന്നുള്ള ഫംഗ്ഷൻ എക്സ് എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ റിമൈൻഡർ ടെൻഡിങ് ടു 0, ദാറ്റ് ഈസ് ലിമിറ്റ് എച്ച് ടെൻഡ് ടു 0 മോഡുലസ് ഓഫ് ആർ ഓഫ് എച്ച് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ലിമിറ്റ് എച്ച് ടെൻഡ് ടു 0 ആർ ഓഫ് എച്ച് ഈക്വൽ ടു 0. സോ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഫോർ എ ഫിക്സഡ് എക്സ് ആൻഡ് സ്മോൾ എച്ച് ദി എൽ എച്ച് എസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് എച്ച്. അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് എന്നുള്ളത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് എച്ച്, അതായത് വാല്യൂ ഓഫ് ദി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈഡ് ടു എച്ച്. ദെൻ റിമാർക്ക് 3യിൽ പറയുന്നത് എഫ് എന്നുള്ള ഡിഫറൻഷ്യബിൾ ഇനി, അതായത് ഇതിലെല്ലാ പോയിന്റിലും എഫ് എന്നുള്ള ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഇതിലൊരു ആർബിട്രറി മെമ്പർ എക്സ് എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ആർ എന്നിൽ നിന്നും ആർ എമ്മിലേക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്, നമ്മൾ അതിനെയാണ് എന്ന് വിളിച്ചിരുന്നത്. സോ എഫ് എന്നുള്ളത് ഡിഫറൻഷ്യബിൾ ഇൻ ഇ ആണെങ്കിൽ ഇതിൽ ഏതൊരു എക്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എൽ ഓഫ് ആർ എൻ ആർ എമ്മിലൊരു മെമ്പറിനെ നമുക്ക് കിട്ടും. സോ അതൊരു മാപ്പിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എഫ് ഡാഷ് എന്നുള്ളത് ഇയിൽ നിന്നും എൽ ഓഫ് ആർ എൻ ആർ എമ്മിലേക്കുള്ളൊരു മാപ്പിംഗ്, ഇതിലൊരു ആർബിട്രറി എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എൽ ഓഫ് ആർ എൻ ആർ എമ്മിൽ നിന്നും കണ്ടുപിടിക്കാൻ സാധിക്കും. സോ നമുക്ക് അങ്ങനെയും ആ ഒരു ഫംഗ്ഷനെ ട്രീറ്റ് ചെയ്യാവുന്നതാണ് എഫ് ഡാഷിനെ. ദെൻ ഫോർത്ത് റിമാർക്കിൽ പറയുന്നത് എഫ് എന്നുള്ളത് കണ്ടിന്യൂസ് അറ്റ് എനി പോയിൻറ്റ് അറ്റ് വിച്ച് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ. അതായത് എഫ് എന്നുള്ള ഫംഗ്ഷൻ എക്സ് എന്നുള്ള പോയിൻറ്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ പോയിൻറ്റിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. സോ ആദ്യം എഫ് എന്നുള്ളത് ആർബിട്രറി ആയിട്ടൊരു എക്സിൽ ഡിഫറൻഷ്യബിൾ ആണെന്ന് അസ്യൂം ചെയ്തു. ദെൻ നമുക്ക് കിട്ടും എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് എച്ച് പ്ലസ് ആർ ഓഫ് എച്ച് വേർ ലിമിറ്റ് എച്ച് ടെൻഡ്സ് ടു 0 മോഡുലസ് ഓഫ് ആർ ഓഫ് എച്ച് ബൈ മോഡുലസ് ഓഫ് എച്ച് ഈക്വൽ ടു 0. ദെൻ നമ്മൾ റിമാർക്ക് 2ൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെൻ എച്ച് ടെൻഡിങ് ടു 0 ആർ എച്ച് ടെൻഡിങ് ടു 0. സോ എൽ എച്ച് എസ് ടെൻഡിങ് ടു 0 ആയിരിക്കും, അതായത് ലിമിറ്റ് എച്ച് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. ദെൻ ലിമിറ്റ് എച്ച് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് എന്നുള്ളത് എഫ് ഓഫ് എക്സ് തന്നെയാണ്. സോ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ലിമിറ്റ് എച്ച് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്, വിച്ച് ഇംപ്ലൈസ് ലിമിറ്റ് എച്ച് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇത് ഉദ്ദേശിക്കുന്നത് ഇതാണ്. എച്ച് ടെൻഡിങ് ടു 0 ആയിരിക്കുമ്പോൾ എക്സ് പ്ലസ് എച്ച് എന്നുള്ളത് ടെൻഡിങ് ടു എക്സ് ആയിരിക്കും. സോ ഡൊമൈനിലെ പോയിൻ്റ് എക്സിലേക്ക് ടെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ആ പോയിന്റിലെ ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സിലേക്ക് ടെൻഡ് ചെയ്യുന്നു. അതാണ് കണ്ടിന്യൂറ്റിയുടെ കൺസെപ്റ്റ്. സോ അതിൽ നിന്നും എഫ് എന്നുള്ളത് കണ്ടിന്യൂസ് അറ്റ് എക്സ് എന്ന് നമുക്ക് കിട്ടും. ദെൻ നോട്ടിൽ പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുള്ള ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് എക്സ് എന്നുള്ളതിനെ ദി ഡിഫറൻഷ്യൽ ഓഫ് എഫ് അറ്റ് എക്സ് എന്നും അതുപോലെ തന്നെ ടോട്ടൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് എക്സ് എന്നും വിളിക്കാറുണ്ട്. ദെൻ എക്സാമ്പിൾ 9.14 if a belongs to L of Rn Rm and if x belongs to Rn then a dash of x equal to a, that is a dash of x equal to a for all a belongs to L of Rn Rm. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എഫ് എന്നുള്ളത് ആർ എന്നിൽ നിന്ന് ആർ എമ്മിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ, അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ എക്സ് എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എ എന്നുള്ളത് എൽ ഓഫ് ആർ എൻ ആർ എമ്മിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും, സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എ. സോ ഇവിടെ പറയുന്നത് എ എന്നുള്ളത് ആർ എന്നിൽ നിന്ന് ആർ എമ്മിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ ഓൾറെഡി ജനറൽ കേസിൽ പറഞ്ഞിട്ടുള്ളത് ആർ എന്നിൽ നിന്ന് ആർ എമ്മിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ്. ഇവിടെ ഒരു എക്സ്ട്രാ കണ്ടീഷൻ ഉണ്ട്, അതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷനും കൂടി ആണെങ്കിൽ ആ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എക്സ് എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കിട്ടും എന്നാണ് നമ്മൾ ഓൾറെഡി ഡെഫിനിഷൻ 9.11 പറഞ്ഞിട്ടുള്ളത്. ആ കിട്ടുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അത് തന്നെയാണ്, അതായത് എ ഡാഷ് ഓഫ് എക്സ് എന്നുള്ളത് എ തന്നെയാണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ എ എന്നുള്ളത് ലീനിയർ ആയതുകൊണ്ട് എ ഓഫ് എക്സ് പ്ലസ് എച്ചിന് നമുക്ക് എ ഓഫ് എക്സ് പ്ലസ് എ ഓഫ് എച്ച് എന്ന് എഴുതാം. ദെൻ അതൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എ ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എ ഓഫ് എക്സ് മൈനസ് എ എച്ച് ഈക്വൽ ടു 0. സോ അതിൻ്റെ മോഡുലസ് വാല്യൂ ഈക്വൽ ടു 0. ദെൻ ലിമിറ്റ് എച്ച് ടെൻഡ് ടു 0 മോഡുലസ് ഓഫ് എ ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എ ഓഫ് എക്സ് മൈനസ് എ ഓഫ് എച്ച് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എച്ച് ഈക്വൽ ടു 0 ഫോർ ഓൾ എച്ച് നോട്ട് ഈക്വൽ ടു 0. സോ അവിടെ ഒരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള
ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്, നമുക്ക് എ എന്നുള്ളത് കിട്ടി. സോ ആ ഒരു ഡെഫിനിഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എ തന്നെയാണ് ആ പോയിന്റിലുള്ള ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, അതായത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അത് തന്നെയാണ്. ദാറ്റ് ഈസ് എ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എ. എക്സ് എന്നുള്ളത് ആർബിട്രറി ആയതുകൊണ്ട് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആറിന് ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. ആ ഒരു കാര്യം തന്നെയാണ് താഴെ നോട്ടിൽ പറഞ്ഞിട്ടുള്ളതും.